റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയും ഭർത്താവും നല്ലവരാകണം എന്ന് പറഞ്ഞു. നല്ല സൗഹൃദമാണത്. രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ ആ ഒരു സൗഹൃദത്തിന്, ആ ഒരു ദാമ്പത്യ ജീവിതത്തിന് എന്തെന്നില്ലാത്ത സൗരഭ്യമുണ്ടാകും, എന്തെന്നില്ലാത്ത സുഗന്ധമുണ്ടാകും. നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി യുസല്ലി. ഒരു ഭാര്യയും ഒരു ഭർത്താവുമായി ജീവിക്കുന്ന രണ്ടുപേർ, ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന രണ്ടുപേർ, റഹിമല്ലാഹു റജുല, ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഹബീബിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ഈ പണി ചെയ്യുന്ന ആൾക്ക് റഹ്മത്ത് കിട്ടുന്ന അർത്ഥം. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാണ്. റമളാൻ കൂടെ വരെയാണ്. അതുകൊണ്ട് ഈ ഹദീസൊക്കെ നമ്മൾ ഓർത്തു വെക്കുക. റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ ലിയുസല്ലിയ, പാതിരാവിൽ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി, ഖിയാമുൽ ലൈലിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു പുരുഷൻ അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. എന്തിന്? ഫഅയ്ഖള ഇംറഅതഹു ലിതുസല്ലിയ മഅഹ്, അദ്ദേഹം നിസ്കരിക്കുമ്പോൾ തൻ്റെ ഭാര്യയും തൻ്റെ കൂടെ നിസ്കരിക്കണമെന്ന് വിചാരിച്ച് തൻ്റെ ഭാര്യയെ ഉണർത്തിയിട്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഭർത്താവിന് അല്ലാഹുവേ നീ കൂലി നൽകണമേ, റഹ്മത്ത് ചെയ്യണമേ. ഫഇൻ ഹിയ നാമത്, ആ പെണ്ണെങ്ങാനും ഉറക്കിലേക്ക് വഴുതിപ്പോവുകയാണെങ്കിൽ, നളഹ ഫീ വജ്ഹിഹാ മിനൽ മാ, അവളെ ഉറക്കത്തിന് എഴുന്നേൽക്കാൻ സഹായിക്കാൻ വേണ്ടി ഒരൽപ്പം വെള്ളമെടുത്ത് കുടഞ്ഞുകൊണ്ടെങ്കിലും ആ പെണ്ണിനെ എഴുന്നേൽപ്പിക്കുന്ന ഭർത്താവിന് റബ്ബേ നീ റഹ്മത്ത് ചെയ്യണമേ. ഹബീബിന്റെ ദുആയാണ്. പിന്നെ പറഞ്ഞു വറഹിമല്ലാഹു ഇംറഅതൻ ഖാമത് മിനൽ ലൈൽ ലിതുസല്ലിയ ഫഅയ്ഖലത് സൗജഹാ ലിയുസല്ലിയ മഅഹാ. ഇതുപോലെ നിസ്കരിക്കുന്ന ഒരു ഭാര്യ തൻ്റെ ഭർത്താവും തൻ്റെ കൂടെ നിസ്കരിക്കണമെന്ന് വിചാരിച്ച് സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന പെണ്ണ് തൻ്റെ ഭർത്താവിനെ ഉണർത്തുകയാണെങ്കിൽ ആ പെണ്ണിനെയും അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. ഫഇൻ ഹുവ നാം, ആ ഭർത്താവ് ഉറക്കത്തിലേക്ക് വഴുതി പോവുകയാണെങ്കിൽ, നളഹത് ഫീ വജ്ഹിഹി മിനൽ മാ, ഒരൽപ്പം വെള്ളം എടുത്തുകൊണ്ടെങ്കിലും ആ ഭർത്താവിന്റെ മുഖത്ത് തെളിക്കുകയും എന്നിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിസ്കരിപ്പിക്കുന്ന പെണ്ണിനും അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. ഭർത്താവിനെ കൊണ്ട് നന്നാവുന്ന എത്രയോ പെണ്ണുങ്ങൾ, പെണ്ണിനെ കൊണ്ട് നന്നാവുന്ന എത്രയോ ആണുങ്ങൾ. ഈ നന്മയാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദുന്യാ മതാ വഖൈറു മതാഇഹാ അസ്സൗജതു സ്വാലിഹ. ഈ ലോകം നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന സമ്പാദ്യങ്ങളാണെങ്കിൽ ഈ സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമ്പാദ്യം സ്വാലിഹത്തായ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് വാഹനമില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് കച്ചവടമില്ല, സമ്പത്തില്ല, ഇഷ്ടം പോലെ കാശില്ല, പ്രയാസമാണ്, അതൊന്നും ദുഃഖിക്കേണ്ടതില്ല. എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഈ ലോകം ഒരുപാട് സമ്പാദ്യങ്ങളാണ്. ഈ സമ്പാദ്യങ്ങളിൽ വെച്ച് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അത് വാഹനമല്ല, കാശല്ല, ആഭരണങ്ങളല്ല, വീടല്ല, കച്ചവടമല്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം ഏതെന്നറിയുമോ? അൽ മർഅത്തു സ്വാലിഹ. അല്ലാഹുവിലേക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, പടച്ചവനിലേക്ക് നിങ്ങളെ കൈപിടിച്ചു കൊണ്ട് നടക്കാൻ കഴിയുന്ന സ്വാലിഹത്തായ ഒരു പെണ്ണാണ്, ഒരു ഭാര്യയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഈ ആശയം നോക്കണേ. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞ പോലെ സൗരഭ്യമുള്ള, സന്തോഷമുള്ള കുടുംബജീവിതം നമ്മുടെ വീടുകളിലൊക്കെ സ്വാലിഹത്തുകളായ പെണ്ണുങ്ങളും സ്വാലിഹീങ്ങളായ ആണുങ്ങളും ഉണ്ടാകുന്ന ഒരു സുഹൃതമെന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എന്തുകൊണ്ടെന്നറിയോ? രണ്ട് നല്ല മനുഷ്യർ അല്ലെങ്കിൽ ഒരാൾ ഒരു നല്ല മനുഷ്യന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ സുഹബത്തിൽ നിന്ന് അല്ലാഹു ചില നന്മകളെ ഉണ്ടാക്കി തരും. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? സ്വഹാബിമാർ ആരുടെ കൂടെ ജീവിച്ചത് കൊണ്ടാണ് അവർക്ക് ഈ മഹത്വം കിട്ടിയത്? ആരാണ് സ്വഹാബി? മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡ് നേരമെങ്കിലും ഹബീബായ നബി തങ്ങളുടെ കൂടെ
മുഅ്മിനായി സഹവസിച്ച ആളുകളൊക്കെ സ്വഹാബിയും സ്വഹാബിയത്തുമാണ്. ചെറിയ കുട്ടികൾ വരെ സ്വഹാബികളുണ്ട്. ചെറിയ കുട്ടികൾ അവരൊക്കെ സ്വഹാബി എന്നാ പറയാം. എന്തേ? ഹബീബിന്റെ കൂടെ ജീവിച്ചു എന്നതുകൊണ്ട്. ഹബീബിന്റെ കൂടെ ഒരു സെക്കൻഡ് ചെലവഴിച്ചതിന്റെ പേരിൽ. അവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹബീബിന്റെ കൂടെ സമയം ചെലവഴിച്ച സ്വഹാബിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്രക്ക് തങ്ങളുടെ കൂടെ യാത്രയിലുണ്ട്. സൗർ ഗുഹയിലുണ്ട്. أعوذ بالله السميع العليم من الشيطان الرجيم إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. ആരാണോ ഹബീബിന്റെ സ്വാഹിബുഹു ഫിൽ ഗാർ, അവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സമ്പത്ത് മുഴുവൻ ഹബീബിന് വേണ്ടി ചെലവഴിച്ചവർ. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞു വന്ന് ഹബീബായ നബി തങ്ങൾ ആകാശ ലോകങ്ങളിൽ പോയ കാര്യം മക്കക്കാരോട് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരോട് ചെന്നു സിദ്ദീഖ് തങ്ങളോട് കാര്യം പറയാൻ. അവർ പറഞ്ഞു, സിദ്ദീഖേ, ഞങ്ങൾ പറയാറില്ലയോ നിന്റെ കൂട്ടുകാരന് ഭ്രാന്താണ് എന്ന്? മഅദല്ലാഹ്. ഇന്നലെ പറയുകയാണത്രേ ഇസ്രാ ചെയ്തുവെന്ന്, ബൈത്തുൽ മുഖദ്ദസിൽ പോയെന്ന്. അവിടെ നിന്ന് 7 ആകാശങ്ങളും കഴിഞ്ഞ് അതിനപ്പുറവും കഴിഞ്ഞ് തിരിച്ചു വന്നത്രേ ഇന്നലെ രാത്രിയിൽ. ഇമ്മാതിരി വർത്തമാനങ്ങൾ പറയുന്ന ഒരാളാണോ സിദ്ദീഖേ നിന്റെ കൂട്ടുകാരൻ എന്ന് ചോദിച്ചപ്പോഴാണ് അവഖാല ലകും ദാക്, എന്റെ റസൂൽ നിങ്ങളോടത് പറഞ്ഞോ? അവര് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ ഇൻ കാന ഖാലഹാ ഫഖദ് സദഖ്, ഹബീബത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, അത് സത്യമാണ്, അത് സത്യമാണ്. ഫസുമ്മിയ സിദ്ദീഖ, അവിടെ മുതലാണ് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ എന്ന് പറയുന്ന ഈ സ്വഹാബി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഈ സംഭവം ശരിവെച്ചതിന്റെ ശേഷമാണ്. അതുമാത്രമോ, ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകളുടെയും ഈമാൻ ഒരു തുലാസിന്റെ തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മാത്രം മറ്റേ തട്ടിലും കൊണ്ടുപോയി വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണ് ഭാരം തൂങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഹബീബായ നബി തങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ നബി തങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചത് കൊണ്ടാണ്. ഹബീബിന്റെ സുഹ്ബത്തിന്റെ വെളിച്ചമാണത്, ഹബീബിന്റെ സുഹ്ബത്തിന്റെ മഹത്വമാണത്. പുണ്യനബി തങ്ങൾ ഒരു കഥ പറയുന്നു. അന്ന റജുലൻ കാന യഹ്റുസു അലാ ബഖറ, ഒരു മനുഷ്യൻ ഒരു പശുവിന്റെ പുറത്ത് കയറിയിട്ട് അദ്ദേഹം തന്റെ കൃഷിയിടത്തിൽ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൽതഫതത് ഇലൈഹി, ആ പശുവിന്റെ പുറത്ത് കയറാൻ യാത്ര ചെയ്യാനുള്ളതല്ല പശു എന്ന് പറയുന്നത്. ആ ഒരു പാവം മൃഗത്തിന്റെ പുറത്ത് യാത്ര ചെയ്യാനുള്ളതല്ല. ഫൽതഫതത് ഇലൈഹി, തന്റെ പുറത്ത് കൃഷിയിടം കിളക്കാൻ വേണ്ടി തന്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഉടമസ്ഥനോട് ആ പശു പറഞ്ഞത്രേ, മാ ഖുലിഖ്തു ലിഹാദാ, എന്നെ അല്ലാഹു പടച്ചത് എന്റെ പുറത്ത് യാത്ര ചെയ്യാനല്ല എന്ന് ആ പശു സംസാരിച്ചു എന്ന് പറയുന്ന ചരിത്രം ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. സ്വഹീഹ് മുസ്ലിമിലുണ്ട്, മുത്തഫഖ് അലൈഹി ഹദീസാണ്. പശു സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, കൂടെയുള്ള ചില ആളുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, തതകല്ലമു ബഖറ, ഒരു പശു സംസാരിക്കുകയോ? അത്ഭുതപ്പെട്ടു. അവർക്ക് എന്തോ ഒരു കൗതുകം പോലെ, ഇതെന്തോ സംഭവിക്കുമോ എന്ന തോന്നല്. അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ലാകിന്നി ഊമിനു ബിദാലിക് അന വ അബൂബക്കറിൻ വ ഉമർ, എന്നാൽ ഞാനത് വിശ്വസിച്ചു, എന്റെ അബൂബക്കറും വിശ്വസിച്ചു, എന്റെ ഉമറും വിശ്വസിച്ചു എന്ന് രണ്ടുപേരും അവിടെ ഇല്ലാതിരിക്കെ തന്നെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ ഈമാനിന്റെ
കനമുള്ള ഈമാനുള്ള മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സ്വഹാബിമാരുടെ ഈമാനിന് പ്രത്യേകതയുണ്ട്. അവർക്ക് ലഭിച്ച പോലെയുള്ള ആത്മീയമായ വെളിച്ചം താബിഈങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ലഭിക്കുക സാധ്യവുമല്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂലിനെ കാണുകയോ ഹബീബിന്റെ പരിസരത്തിരിക്കാൻ കഴിയുകയോ ചെയ്യുന്നതിനേക്കാളും വലിയ മഹത്വം ഒരു സ്വഹാബിക്ക് ലഭിച്ചതുപോലെ മറ്റൊരാൾക്കും ലഭിക്കുകയുമില്ല. ഹബീബിന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബിമാർ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നകൂനു ഇൻദക, ഞങ്ങൾ അങ്ങയുടെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഫനകൂനു അലാ മാ തറാ, നബിയേ ഞങ്ങളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഈമാൻ വരുന്നുണ്ട് നബിയേ. ഞങ്ങൾ സ്വർഗം കണ്ണിൽ കാണുന്ന പോലെ, നരകം കൺമുമ്പിൽ കാണുന്ന പോലെ, ഹിസാബ് നടക്കുന്ന പോലെ, അല്ലാഹുവിനെ കാണുന്ന പോലെ. പുണ്യ നബിയേ, അങ്ങയുടെ അരികത്ത് നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയാൽ, فإذا رجعنا إلى بيوتنا عافسنا النساء على الفرش, ഞങ്ങളുടെ ഭാര്യമാരൊത്ത് ഞങ്ങൾ കിടപ്പറകൾ പങ്കിടുകയും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു മനസ്സിന്റെ അവസ്ഥ ഞങ്ങൾക്ക് വരുന്നില്ല നബിയെ. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അങ്ങയുടെ മജ്‌ലിസിൽ ഇരിക്കുന്ന പോലെ ഞങ്ങളുടെ മനസ്സ് തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് റസൂലേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാ ഹബീബാ നബി തങ്ങൾ പറയുന്നത്, പുണ്യനബി തങ്ങളുടെ സദസ്സിൽ ഇരിക്കുന്നതിന്റെ മഹത്വം നമ്മൾ ആലോചിച്ചു നോക്കൂ. ലൗ തദൂമൂന അലാ മാ തകൂനൂന അലൈഹി ലസ്വാഫഹതുകുമുൽ മലായികതു അലാ തുറുഖാത്ത് വലാകിൻ സാഅത്തും വസാഅ. സ്വഹാബികളെ, നിങ്ങൾക്കറിയുമോ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ ആ മനസ്സോടുകൂടെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മക്കളോടൊപ്പവും നിങ്ങളുടെ മനസ്സെങ്കിൽ, നിങ്ങൾ പോകുന്ന വഴികളിൽ അല്ലാഹുവിന്റെ മാലാഖമാർ നിങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് മനസ്സ് വരികയാണെങ്കിൽ, നിങ്ങൾ ആത്മീയമായ റുഹാനിയായ ആധ്യാത്മികമായ ആ ഒരു വെളിച്ചം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അള്ളാന്റെ മലക്കുകൾ വന്ന് കൈപിടിച്ച് സലാം പറയുമായിരുന്നു. വലാകിൻ സാഅത്തും വസാഅ, എന്നാൽ ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും, പരലോകത്തിന്റെ ചിന്തകൾ വരും. അത് മാറി മാറി വരുന്നത് സ്വാഭാവികമാണ്, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ എങ്ങാനും അല്ലായിരുന്നുവെങ്കിൽ എന്റെ സദസ്സിൽ ഇരുന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്ന പോലെയാണ് എല്ലാ സമയവും നിങ്ങളുടെ മനസ്സെങ്കിൽ, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ കൈപിടിച്ച് സലാം പറയുമായിരുന്നു. മലക്കുകൾ സലാം പറഞ്ഞിരുന്ന സ്വഹാബിമാരുണ്ട്, അത് കേട്ടവരുണ്ട്. അവരിൽപ്പെട്ട മഹാനാണ് ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. കാന ഇദാ ഇസ്തൈഖദ മിൻ നൗമിഹി, മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ, സല്ലമ അലൈഹി സാഹിബുൽ യമീൻ, ചുമലിൽ കിടക്കുന്ന വലത് ചുമലിൽ കിടക്കുന്ന മാലാഖ, അസ്സലാമു അലൈക്കും യാ ഇമ്രാൻ. ഇമ്രാൻ ഇബ്നുൽ ഹുസൈനെ, ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അസ്സലാമു അലൈക്കും എന്ന് സാഹിബുൽ യമീൻ പറയും. വസല്ലമ അലൈഹി സാഹിബുശ് ശിമാൽ, ഇടത് ചുമലിൽ കിടക്കുന്ന അസീദ് അലൈഹിസ്സലാം അസ്സലാമു അലൈക്കും എന്ന് മഹാനവറുകളോട് സലാം പറയുമായിരുന്നു. അസുഖബാധിതനായി കിടക്കുന്ന സമയമായിരുന്നു അത്. പിന്നെ മഹാനവറുകൾ ഖൈ എന്ന് പറയുന്ന ചൂട് വെക്കുന്നൊരു ചികിത്സ ചെയ്തു. ആ ചികിത്സ ചെയ്തതിന് ശേഷം മഹാനവറുകൾക്ക് ഈ ഭാഗ്യം ലഭിച്ചില്ല. പിന്നെ മലക്കുകൾ വരുന്നില്ല. പിന്നെ ആ ഒരു കൈ തീ വെച്ച് അല്ലെങ്കിൽ ചൂട് വെച്ച് ചികിത്സിച്ചതിന്റെ ആ വേദനയൊക്കെ മാറിപ്പോയതിനു ശേഷം അല്ലാഹുവിന്റെ മലക്കുകൾ തിരിച്ചു വന്നുവെന്നും ആ മാലാഖമാരുടെ സലാം ഉറക്കത്തിന് എഴുന്നേറ്റ ഉടനെ 2 സലാം മഹാനായ ഇമ്രാൻ റളിയല്ലാഹു അൻഹു കേൾക്കുമായിരുന്നു. ഒന്ന് വലതുഭാഗത്തുള്ള മലക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയും, മറ്റേത് ഇടത് ചുമലിലുള്ള മലക്കും മഹാനവറുകളോട് സലാം പറയും. ഇങ്ങനെ സലാമുകൾ മലക്കുകളിൽ നിന്ന് കേട്ട ആളുകൾ ഹബീബാ നബി തങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ച മറ്റൊരു സ്വഹാബിയാണ് ഹബീബിന്റെ സ്വാഹിബായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.